ഹലോ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ 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 നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പുറത്തു പോയിട്ട് മെയിനായിട്ട് പോയത് ചെടി നോക്കാനായിരുന്നു. പക്ഷെ ഞങ്ങൾ കറങ്ങി ലുലുവിൽ പോയി. ലുലു കറങ്ങി. നല്ല തിരക്കായിരുന്നു. അവിടെ 50% ഓഫർ ഉണ്ടായിരുന്നു എല്ലാത്തിനും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടം വരെ പോയതാണ്. പക്ഷേ നല്ല ക്രൗഡായിരുന്നു. അപ്പോൾ നമ്മളത് വേണ്ടാന്ന് തിരിച്ചു പോന്ന് കുറച്ച് അവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു അല്ലേ. നീള കാറ്ററിംഗ് സർവീസോ നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങളത് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് എന്താ കഴിച്ചു? ഒരു കോഫി കുടിച്ചു. അത്രേ ഉള്ളൂ. ഒരു കോഫി കുടിച്ചു, ബിരിയാണി കഴിച്ചു. പിന്നെ ഞങ്ങൾ പതുക്കാൻ അങ്ങോട്ട് പോന്നു. 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തു അല്ലേ, മാക്സിമം 2 മണിക്കൂർ. പിന്നെ ഞങ്ങൾ ലോങ് വീഡിയോ എടുക്കാനായിട്ട് ഇവൾക്കതേ വയ്യായിരുന്നു. അപ്പോൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് 4 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ ക്ഷീണമായി പോയി. അന്ന് കുറേ ചാടിത്തുള്ളിയല്ലേ. അപ്പം അതിൻ്റെ ഇപ്പതേ എനിക്ക് വന്നു തുടങ്ങിയുള്ളൂ. എനിക്ക് കിട്ടിയെന്നുണ്ട് കേട്ടോ. എനിക്കിതേ ചെറിയ ജലദോഷമൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു മിസ്സിങ്, മൂഡ് ഔട്ട്. 2 മാസം കഴിയുമ്പോൾ പുള്ളിക്കാരത്തി അവളിവിടെ ഉണ്ടാവും. പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് ബഹളം ഒച്ചയൊക്കെ എടുക്കുമെങ്കിലും ഇല്ലെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ. അപ്പോൾ പിന്നെ അതിനിടയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി കേട്ടോ. അവള് കുറച്ച് ഡ്രസ്സ് എടുത്തു. എനിക്ക് വെയിറ്റ് കൂടിയപ്പോഴേ ഒരു ഡ്രസ്സിൻ്റെ ആകല്ല. അപ്പോൾ പിന്നെ ആകെ 1-2 ഡ്രസ്സ് ഇത് തന്നെ പുറത്തേക്ക് പോകുമ്പോൾ മാറി അത് തന്നെ ഇട്ടുകൊണ്ടിരുന്നത്. അന്നേരം ഇപ്പോൾ എനിക്ക് വാവ 2-3 ഒരു ഫുൾ സെറ്റ് ചുരിദാറും മൊത്തം 4 ഡ്രസ്സ് എടുത്തു. പിന്നെ 3 ടോപ്പ് എടുത്തു. അല്ല, അതെന്താ കുറച്ച് പരിപാടി. നമ്മുടെ തറവാട്ട് ഉത്സവം, അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്. അപ്പം അതിന് ഡ്രസ്സ് എടുക്കണം. പിന്നെ എൻ്റെ ചേട്ടൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. അത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ അസ്മാവി കോളേജിൻ്റെ അവിടെ നല്ലൊരു ഷോപ്പുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എടുത്തത്. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. പിന്നെന്താ, ഇനി വേറെ വീഡിയോകളൊക്കെ ഞങ്ങൾ ഇടാൻ മാക്സിമം ട്രൈ ചെയ്യും. പിന്നെ ഷോർട്സ് വീഡിയോസ് ഇടുന്നുണ്ട്. നമുക്ക് ഇപ്പം ആദ്യമായിട്ട് യൂട്യൂബിൽ വന്നുകൊണ്ട് ഒരുപാട് പോരായ്മകളുണ്ട്. കുറെ കാര്യങ്ങൾ അറിയും. സൗണ്ടിന്റെ പ്രശ്നം. അതെ, കുറെ കാര്യങ്ങൾ അറിയില്ല. പിന്നെ അത് പഠിച്ചു വരുന്നുള്ളൂ. പിന്നെ മൈക്ക് മേടിക്കണം. അത് അത്യാവശ്യമുള്ള കാര്യമാണ്. കറക്റ്റ് മൈക്കില്ലെങ്കിൽ പ്രശ്നം. അപ്പോൾ മൈക്ക് നമ്മൾ പെട്ടെന്ന് മേടിക്കാം. അപ്പോൾ പിന്നെ വോയിസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ CM കൂടെ വരുമ്പോഴേ കുറച്ചും കൂടെ ഓൺ ആവുള്ളൂ എല്ലാ കാര്യങ്ങളെല്ലാം നമ്മൾ അല്ലേ. CM കൂടെ വരട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും കൂടെ ഉഷാറാക്കാം. അതിന് മുമ്പ് ഞങ്ങൾ വീഡിയോ ഇടും. പിന്നെ വർക്കൗട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. വർക്കൗട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഇവളുടെ ഒന്ന് കഴിഞ്ഞിട്ട് വർക്കൗട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു ആൻറ്റിബയോട്ടിക് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് വർക്കൗട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എങ്ങനത്തെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൂടെ ഞങ്ങളോട് പറഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ എൻ്റെ അടുത്ത് മോട്ടിവേഷൻ വീഡിയോ ഒക്കെ മോളോട് പറയാൻ വേണ്ടിട്ടോ. മോട്ടിവേഷൻ വീഡിയോ ഇടാനൊക്കെ പറഞ്ഞായിരുന്നു. എനിക്ക് നല്ല ഉപദേശം തരും. നിങ്ങളും കുറച്ച് കേട്ടോ. അല്ല, ഇത് നമ്മള് ഇപ്പൊ ഞങ്ങളാണെങ്കിൽ തന്നെ ഇത് കുറെ നാളായി യൂട്യൂബ് തുടങ്ങണം വെച്ചിരിക്കണം. ഏകദേശം നമ്മൾ ആദ്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസം 3 മാസം ഒരു ചാനൽ തുടങ്ങി. വെറുതെ അറിയില്ലല്ലോ, വെറുതെ വീഡിയോ ഇട്ട്. പക്ഷെ അന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് ഇതേപോലത്തെ നമുക്കൊരു മൈൻഡ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അല്ലേ. എനിക്കെന്ന് പറഞ്ഞാൽ യൂട്യൂബിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പോൾ വാവയ്ക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. വാവ എനിക്ക് സപ്പോർട്ടും അല്ലായിരുന്നു. അന്നേരം പിന്നെ സിയക്കുട്ടിയായി. പിന്നെ കുഞ്ഞിന്റെ പുറകെ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ സമയം കിട്ടിയില്ല. പക്ഷെ ആ സമയത്തൊക്കെ നമ്മളെ വീഡിയോനെ കുറിച്ച് അത് കൂടുതൽ അറിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ യൂട്യൂബ് വഴി എടുക്കണം പരിപാടിയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പം വീടിന്റെ അപ്പുറത്തുള്ള ഇല്ലായിരുന്നു ഇതുപോലെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ. അന്നേരം ഇപ്പോൾ വാവ പറഞ്ഞില്ലേ. അതെൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ടീച്ചർ നമ്മള് ജിനി ബിനിമായിരുന്നു. ഞാൻ പറയാം, ബിയർ ടീച്ചറെ മക്കള്.
അവരാണെങ്കിലും ആദ്യം കുക്കിംഗ് വീഡിയോസ് ഇട്ടിരുന്നു, കുഴപ്പമില്ലാന്നിട്ട് നല്ല രീതി നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നതാണ്. പിന്നെ സ്റ്റോപ്പ് ചെയ്തൊന്നും അറിയില്ല. എനിക്കെന്ന് വെച്ചാൽ ആ സമയത്ത് ക്യാമറ എൻ്റെ മൊബൈലൊന്നും വലിയ നല്ലതൊന്നും അല്ലായിരുന്നു. ഇപ്പോഴും മൊബൈലൊക്കെ മേടിച്ച്, ഇപ്പം നല്ല മൊബൈലൊക്കെ മേടിച്ച് ഇതാക്കിയത്. പിന്നെ അതിലാണ് വീഡിയോ എടുക്കലും പരിപാടിയൊക്കെ അല്ലേ. അവിടെ പിന്നെ ലൈറ്റ് എല്ലാം പ്രശ്നമായിരുന്നു, അതുകൊണ്ടൊക്കെ ഇടാൻ. പിന്നെ വാവ ഇതുപോലെ സപ്പോർട്ടൊന്നും അല്ലായിരുന്നു ആ സമയത്ത്. അല്ല, എനിക്ക് നമ്മള് എല്ലാത്തിനും ഓരോ സമയമുണ്ട് ദാസ, അതല്ലേ. ഇപ്പം നമുക്ക് തുടങ്ങാനായിട്ട് ഇപ്പം ഇങ്ങനെ തോന്നി, എനിക്കാണെങ്കിലും അതിന് ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഇപ്പോഴല്ലേ. പിന്നെ ഈ ലൈഫ് അറ്റ് രോഹിണിയെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ? ലൈഫ് അറ്റ് രോഹിണി എന്ന് പറയുന്നത് എൻ്റെ നാട് രോഹിണിയാണ് മെയിൻ. പിന്നെ നമ്മൾ കണ്ടുപിടിച്ച വീടും രോഹിണിയാണ്. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ടിങ് അവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചില്ലേ. അപ്പോൾ അങ്ങനെയാണ് പേര് വന്നത്. ആയിട്ട് ഇവളും പറഞ്ഞു തുടങ്ങിയിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എനിക്ക് ഒരു മൈൻഡ് വന്നിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പം എനിക്ക് അതിനുള്ള ഒരു മൈൻഡ് വന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഫ്രീ ഒന്നും അല്ലായിരുന്നല്ലോ. പിന്നെ എൻ്റെ ജോലിയും ഇവൾക്ക് ജോലി ഉണ്ടായിരുന്നപ്പോഴും രണ്ടുപേർക്കും ഭയങ്കര ബിസി ലൈഫായിരുന്നു. ഇവൾക്ക് നൈറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ പിന്നെ അതിനോടെ പിന്നെ കൊച്ചുണ്ട്. ആ സമയത്ത് കൊച്ച് അവിടെ ആയിരുന്നല്ലോ. കൊച്ചിനെ സ്കൂളിൽ ഉണ്ടാക്കണം, തിരിച്ചു കൊണ്ടുവരണം, ഇവിടെ ജോലിക്ക് ഉണ്ടാക്കണം, തിരിച്ചു കൊണ്ടുവരണം, എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് തിരിച്ചു വരണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബിസി ലൈഫായിരുന്നു. പക്ഷേ ആ ബിസി ലൈഫാണെങ്കിലും ഞാനത് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആ സമയത്ത് സിയാനെ കൊണ്ട് പോക്കും വരവൊക്കെ. സിയ ആ സമയത്താണ് മറ്റേ ഞാൻ എല്ലാ ദിവസവും സ്കൂളിൽ പറഞ്ഞയക്കുന്ന സമയത്ത് എൻ്റെ വണ്ടിയിൽ നിന്നിട്ട് ഞാൻ ഓരോ എന്താ പറയുക നമ്മുടെ ഓരോ ചെറിയ ചെറിയ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മറ്റേ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവ മഹേശ്വര എന്നുള്ള മന്ത്രങ്ങൾ, പിന്നെ സരസ്വതി നമസ്തുഭ്യം വരദേ അങ്ങനത്തെ ആ മന്ത്രങ്ങൾ, ദേവിയുടെ പിന്നെ ഗുരുവിനെ വന്ദിക്കുന്നതും ദേവിനെ വന്ദിക്കുന്നതും, പിന്നെ അങ്ങനെ ഗായത്രി മന്ത്രവും അങ്ങനെ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അത് കാരണം സി അത് പഠിച്ചു കേട്ടോ. സിക്ക് അറിയാതൊക്കെ ഇപ്പോൾ സി അത് പഠിച്ചു. ജോലി ഞാൻ സർവീസ് എഞ്ചിനീയറാണ്, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അതാണ് എൻ്റെ പ്രൊഫഷൻ. പിന്നെ അതൊരു എന്താ പറയുക ആക്റ്റീവ് ഇൻകമാണ്. പിന്നെ പാസീവ് ഇൻകം എന്ന് പറയാനായിട്ട് പറഞ്ഞ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പാണ്, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ലക്ഷ്യം. പക്ഷേ അത് ഞാൻ അതിനുവേണ്ടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറേ നാൾ അതിൻ്റെ പിന്നാലെ നടന്നിട്ട് അതൊന്നും ആർക്കും അറിയത്തില്ല. ഒരു 3 month എഫേർട്ടിന് ശേഷമാണ് പിന്നെ ഞാനൊരു പേരും ആ ലോഗോയും ഒക്കെ ഞാൻ തന്നെയാണ് മാക്സിമം അതിൽ കാര്യങ്ങളൊക്കെ ചെയ്തത്. പിന്നെ അത് ചെയ്തു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും അത് കുറേ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ 100 കസ്റ്റമർ നിയർ ബൈ ഞാനത് എത്തിച്ചിട്ടുണ്ട്. 100 കസ്റ്റമർക്ക് എടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ അടുത്ത ഒരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അടുത്ത വീഡിയോ ഞാൻ പറയാം. നമുക്കൊരു ഗീവ് അവേ കൊടുക്കല്ലേ അല്ലേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ ഒരു ഗീവ് അവേ കൊടുക്കുന്നുണ്ട്. അതെന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെന്താ ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു ദിവസം. പിന്നെ ഞങ്ങൾ മൈസൂർ രാമൻ ഇഡ്ഡലി എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് കഴിക്കാറില്ല കേട്ടോ. ഞങ്ങൾ നോൺ വെജ് ചിക്കൻ ബിരിയാണിയൊക്കെ ആണ് മാക്സിമം കഴിച്ചിരുന്നത്. പുറത്ത് പോയ ചിക്കൻ ബിരിയാണി, ഗാലക്സിയിലെ ബിരിയാണി അല്ല പോയിട്ടുണ്ടെങ്കിൽ ഗാലക്സിയിൽ എന്താ കഴിക്കുക, ഗാലക്സി പോയിട്ട് ബിരിയാണി കഴിക്കും. അതെ, ഗാലക്സി പിന്നെ ബിരിയാണി കഴിക്കും. അളകാവൂർ പോയിട്ടുണ്ടെങ്കിൽ പൊതിച്ചോറ് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ പൊതിച്ചോറ് കഴിക്കും. അങ്ങനെ ബർഗർ അത് വൈമാള് പോയിട്ടുണ്ടെങ്കിൽ ബർഗർ കിങ് ആണോ, ബർഗർ ഹബ്ബാണോ, ബർഗർ ഹബ്ബാന്നുണ്ട്. ബർഗർ ഹബ്ബ്. പിന്നെ ഇവിടെ തന്നെ ഒരു ബർഗർ ഷോപ്പുണ്ട്, ബർഗർ കിങ്. സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ അടുത്തുണ്ട് ഒരു ബർഗറിൻ്റെ ഷോപ്പ്. അത് അന്യ ടേസ്റ്റ് ആട്ടോ. അത് സിയയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാ ഇപ്പൊ ബൾക്കിയാണ്. ഇപ്പൊ ഞാനിവളാണെങ്കിലും പെട്ടെന്ന് തടിച്ചു വരണത് മധുരം ആർക്കും പറ്റത്തില്ല, മധുരം കൊള്ളത്തില്ല. ഇപ്പൊ ഞാനാണെങ്കിലും വിത്തൗട്ടാണ് കുടിക്കുന്നത്. പഞ്ചസാര യൂസ് ചെയ്യാറില്ല, മാക്സിമം യൂസ് ചെയ്യാറില്ല. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പഞ്ചസാരനോട്. എനിക്ക് ഭയങ്കര ശത്രുതയൊന്നുമില്ല, എന്നാലും ഞാൻ മാക്സിമം ഒഴിവാക്കും. അത്യാവശ്യം ഇപ്പോൾ അല്ല നമ്മൾ വലിയ വെയിറ്റ് ഇട്ടൊന്നും പറയില്ലേ,
അവന് ഭയങ്കര വലിയ ആള് എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നുമില്ല. എന്ത് ഇല്ല, ഇപ്പോൾ അവൻ ഷുഗർ കഴിക്കത്തില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ലൈഫ് മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്ന് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കും, പക്ഷെ മാക്സിമം എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ ആദ്യം എന്നോട് ഭയങ്കര താല്പര്യം, ഇപ്പോൾ താല്പര്യമില്ല. ഷുഗർ ഇല്ലാണ്ടാണ് നമുക്ക് കഴിക്കും. പക്ഷെ ഇവൾക്ക് അങ്ങനെയല്ല കേട്ടോ, പാലിച്ചായാലും മധുരം വേണം, ചില നിർബന്ധങ്ങളൊക്കെ ഉണ്ട്. എന്തില്ലേ അതുണ്ട്. എന്നാലും വാവേ മറ്റേ നൂലപ്പത്തിലൊക്കെ പഞ്ചസാര അത് പിന്നെ ഉപ്പിട്ട് കഴിക്കാൻ പറ്റില്ലോ. അത് അങ്ങനെയാണ് എൻ്റെ കോമ്പിനേഷൻ. പുട്ടും കടല എന്ന് പറഞ്ഞാല് പുട്ടും കടല, അതേപോലെ തന്നെ നാടിനപ്പാലിൽ മറ്റേ എന്താ പറയാ, ഈ പറഞ്ഞ മാതിരി പഞ്ചസാരയും പാലൊക്കെ വെച്ച് കഴിക്കുന്ന സിയൊക്കെ ഇഷ്ടമല്ലേ? സിയ കുഞ്ഞ നമ്മുടെ ചെറുപ്പത്തിൽ കഴിച്ചു വന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ അതങ്ങനെ കറി കൂട്ടി കഴിക്കാം. തൃശ്ശൂരോട്ട് വന്നേ തൃശ്ശൂരിലോട്ട് വന്നേ പിന്നെയാണ് ഇവിടെ പല കാര്യങ്ങളും മാറ്റമുണ്ടായത്. KFC കഴിച്ചത് പറഞ്ഞില്ല, KFC കഴിച്ചത്, അതേപോലെ തന്നെ പിന്നെ എന്തായിരുന്നു, പിസ്സ, ബർഗർ, എല്ലാം. ആദ്യം KFC കഴിക്കുമ്പോ അയ്യോ എന്ത് ചിക്കൻ എന്ന് പറഞ്ഞത്, വലിയ ചിക്കൻ, ഇതെങ്ങനെ കഴിക്കാൻ. ഒരു 2 പ്രാവശ്യം കഴിച്ചത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഞാനും അവളെ അടിപിടി ആകുമ്പോ, പിന്നെ ഇവിടെ ബാംഗ്ലൂർ താമസിച്ചോണ്ടിരുന്ന സമയത്ത് മോളെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കുമ്പോ ഒക്കെ അല്ലേ KFC പോയി കഴിക്കുക. ഡൊമിനോസ് പിസ്സ പോയിട്ട് വന്നിട്ട് ചീസങ്കോണല്ലേ, ചീസങ്കോണാണ് അവിടെ പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക, ചീസങ്കോൺ കഴിക്കുക. അപ്പൊ പരിപാടി നമ്മളിപ്പം KFC-ലാണെങ്കിലും മറ്റേ ഇത് കൂട്ടല്ലേ, എന്തുവാ പോപ്കോൺ ചിക്കൻ, കുഞ്ഞു പീസ് വലിയ പീസൊന്നും ഇഷ്ടപ്പെട്ടു. അല്ല, അവിടെ വന്നപ്പോ തന്നെയാണ് ഈ മറ്റേ അമ്മ ഉണ്ടാക്കണ സംഭവത്തിന്റെ പേര് അല്ല, മറ്റേ എന്റെ പേരെന്താണ്, മറ്റേ ഉള്ളി പാല് വെച്ച് കഴിക്കുന്നത്, മുട്ടപ്പത്തിരി ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ കോട്ടയംകാരി കാരണം മുട്ടപ്പത്തിരി എന്താന്ന് പോലെ അറിയത്തില്ലായിരുന്നു. കാണിച്ചു കൊടുത്ത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ടാ. പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാകും, വലിയ ആളായി. സ്വന്തം വീട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഞാൻ മുട്ടപ്പത്തിരി ഉണ്ടാക്കും, ഭയങ്കര ഗമ. പക്ഷെ അവിടെ ചട്ടി മഴിച്ച് മുട്ടപ്പത്തിരി ഉണ്ടാക്കിയവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടോ. അങ്ങനെ കുറെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തത് എന്നിലൂടെയാണ്. സിയാനവിടെ ചേർക്കാൻ മെയിൻ കാരണം, ഒന്നാമത് അതിനെ കൊണ്ട് എല്ലാ ദിവസവും ട്രാവൽ ചെയ്യണത്. കാലത്ത് അവിടെ നിന്ന് എനിക്ക് 9 കിലോമീറ്റർ. ഇതിനു മുന്നേ താമസിച്ച അങ്ങനെയല്ല, നമ്മൾ ഇതിനു മുന്നേ താമസിച്ച വെണ്ണലയിലായിരുന്നു. അവിടെ എന്തുവാ, അവിടുന്ന് കാക്കനാട് വരെ വരണമായിരുന്നു കൊച്ചിനെ ചേർത്ത സ്കൂളിലേക്ക്. അപ്പൊ അതിൽ നിന്ന് പകുതി ഇച്ചിരി ഇടം ഓട്ടോറിക്ഷയുടെ അവിടെ വരെ കൊണ്ടുവിടണം. പിന്നെ അവിടെ നിന്നായിരുന്നു സ്കൂളിലേക്ക് വരുന്നത്. വൈകിട്ടും ഇതുപോലെ തന്നെ വാവ പകുതി ഇടം ചെല്ലണം. കമ്പനിയിൽ എനിക്ക് എൻ്റെ ഫീൽഡ് സർവീസ് ഫീൽഡാണ്. ഒരു കമ്പനിയിൽ തന്നെ പോയാൽ മതി. പക്ഷെ അപ്പോൾ നമുക്ക് അതായത് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഇഷ്യൂസ് കമ്പനിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് എനിക്ക് ചെയ്യാൻ എടുക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അല്ല, നമ്മൾ കൊച്ചിനെ LKG വിട്ട സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. അന്നേരം എന്ന് വെച്ചാൽ ഫുള്ള് ബൈക്കിൽ അങ്ങേയറ്റം വരെ കൊണ്ടുവിടുകയും പിന്നെ തിരിച്ചതുപോലെ കൊണ്ടുവരുകയും അങ്ങനെയൊക്കെയായിരുന്നു. ഒരു പ്രാവശ്യം പിന്നെ അതേപോലെ ഒരാള് വട്ടം ചാടി സിയ ബൈക്കിൽ നിന്ന് തെറിക്കേണ്ടതായിരുന്നു. കൊച്ചിന്റെ കാല് കാലിനെ കൈ പിടിച്ചോണ്ടാണ്, അല്ലെങ്കിൽ എന്റെ കൊച്ചു വണ്ടിയുടെ പോയല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് അന്നൊരു പേടി, കൊച്ചനാകെ പേടിച്ചു പോയി, ഞാനാകെ പേടിച്ചു പോയി. പിന്നെ ഞങ്ങൾ തീരുമാനിച്ച് കുഴപ്പമില്ല, കൊച്ചിന് കാര്യം ഫസ്റ്റ് സേഫ് ആക്കാന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ പോയിട്ട് അച്ഛനമ്മമാര് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോയാലും വാവ ജോലിക്ക് പോയാലും വൈകുന്നേരം വരുമ്പോ ഇവിടെ ആളുണ്ട്. അങ്ങനെയൊക്കെ വന്നാലും ഇതിപ്പോ നമ്മ അതിന്റെ ഇടയിലായി പോയി. തൃശ്ശൂര് എൻ്റെ വീട് അവിടെ, മാളുവിന്റെ വീട് കോട്ടയത്തായി പോയി. അപ്പൊ ഞങ്ങൾ അതിന്റെ നടുക്ക് എറണാകുളത്ത് താമസിക്കുന്നത്. അയലൊക്കത്തെ വീട്ടിലൊക്കെ കൊണ്ടിരിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. അതെ, അവര് പക്ഷെ സപ്പോർട്ടായിരുന്നു കേട്ടോ. അയലൊക്കത്തെ വീട്ടുകാർക്ക് സപ്പോർട്ടായിരുന്നു. ബിൻസിയാൻറ്റി ബിജു അങ്കിള്. പക്ഷെ ബിൻസിയാൻറ്റി ബിജു അങ്കിളിനെ കുറച്ച് നേരം വൈകിട്ട് നമ്മൾ പരിചയപ്പെട്ടെ അല്ലേ, ആദ്യ സമയത്ത് പരിചയപ്പെട്ടിട്ടുണ്ടായില്ല. പിന്നെ താഴത്തിരിക്കുകയായിരുന്നു, നമ്മൾ താഴെ വന്നിരിക്കുകയായിരുന്നു. പിന്നെ ആ ഒരു സിയുടെ കൂട്ടുകാരത്തിണ്ടായില്ല, താഴത്തെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ പേരെന്തായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ
അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു സിയനെ അവിടെ കൊണ്ടാക്കാൻ മെയിൻ റീസൺ. പിന്നെ ഇവൾക്ക് നൈറ്റ് ഷിഫ്റ്റ് വരും. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് കല്യാണം. കാരണം ഉറങ്ങാൻ പറ്റില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഉറങ്ങാണ്ട് വന്നിട്ട് നമ്മൾ പിന്നെ ജോലി ചെയ്യുക. പിന്നെ അത് ഇവിടെ വരുമ്പോ കൊളായി കിടക്കുക വീട്, പിള്ളേരുള്ള വീട് കൊളായി കിടക്കുക. പിന്നെ നമ്മൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്. നമ്മൾ ഇപ്പോൾ മാള് ജോലിക്ക് പോയി വരുമ്പോൾ ഞാനും സിയയുടെ കാര്യങ്ങൾ നോക്കണ്ടേ. സിയാനെ കുളിപ്പിക്കണം, സിയാനെ അപ്പിടിപ്പിക്കണം, സിയനെ പല്ല് തേപ്പിക്കണം. സിയ ഒന്ന് കുഞ്ഞല്ലേ, സിയയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സിയക്ക് മടി വരും, സിയക്ക് പോകണ്ടെന്ന് പറയും, സിയക്ക് വയ്യാണ്ടാവും. ഇതെല്ലാം ചെയ്യണം. കഷ്ടപ്പാടല്ല അത് സംഭവം അങ്ങനല്ല. നമ്മളെ സംബന്ധിച്ചിടത്ത് നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ കഷ്ടപ്പാടായിട്ട് തോന്നാതാ. ഇതിന്റെ അപ്പുറം ചെയ്തിട്ട് നമ്മളെ അമ്മ അച്ഛനും എല്ലാവരും വേറെ സ്ഥലത്ത് കൊണ്ട് ഇരുത്താം. അതൊക്കെയാണ് ഇത്ര അകലെയുള്ള ട്രാവലിങ് കൊച്ചിനെ കൊണ്ട് അങ്ങോട്ട്. അതായത് ആ കാലത്ത് കൊച്ചിനെ കൊണ്ട് ഇപ്പൊ ഇവൾക്ക് മോർണിംഗ് 7:30 അവിടെ അല്ലെ 8 മണിക്ക് അവിടെ എത്തണം. 7:30 ഞാൻ ഇവിടെ നിന്ന് പോകും. അപ്പൊ ആ സമയത്ത് കൊച്ചിനെ ഞാൻ ഫ്രണ്ടിൽ ഇരുത്തിയിട്ട് ആള് ബാക്കിലിരുന്നാണ് ഞങ്ങൾ പോണത്. തണുപ്പടിച്ച് അതിന് വേണ്ടി കുറച്ച് പിന്നെ മറ്റേ ഇതൊക്കെ സെറ്ററൊക്കെ മേടിച്ച് തന്നാലും സിയക്ക് കൊച്ചോർക്കെല്ലാം പോവാണ്. ആ സമയത്ത് ഇവിടെ ഏൽപ്പിച്ച് പോകാനും പറ്റത്തില്ല. അതൊക്കെയായിരുന്നു പ്രശ്നം. പക്ഷെ ഇപ്പൊ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. സിയ അവിടെ സേഫാണ്. അതല്ല, ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണെങ്കിലും ഇപ്പൊ വാവ പെട്ടെന്ന് എന്നോട് സിയനെ നോക്കണോന്നൊക്കെ പറയുമ്പോ എനിക്ക് ഹോസ്പിറ്റൽ ICU ഡ്യൂട്ടി ആകുമ്പോ കൊച്ചിനെ ഇവൾക്ക് അങ്ങനെ പെട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ സെക്കൻഡ് ഷിഫ്റ്റ് പോയപ്പോ എനിക്ക് അത്യാവശ്യമായിട്ട് ഈവനിങ് എനിക്ക് കമ്പനി പോകേണ്ടി വന്നു. ആ സമയത്ത് കൊച്ചിനെ ഇവിടെ ആക്കും, ആകെ പെട്ടില്ലേ. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ എടുത്താക്കിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പോയത്. ഇവിടെ ആക്കിയിട്ട് സിയാനാക്കിയിട്ട് ഞാൻ ജോലിക്ക് പോയി. എന്നിട്ട് ഈവനിങ്ങാണ് ഞാൻ സിയാനെ ഇവിടെ എടുക്കാൻ വന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഹോസ്പിറ്റലിലും പ്രശ്നമാകുമേ, കാരണം പിള്ളേർ അലൗഡ് അല്ല NICUല്. അതെ, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് വീടെടുത്ത് താമസിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നം. പിന്നെ സിയ കുഞ്ഞായിരുന്നുണ്ടേ. ഇപ്പോഴെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഒറ്റയ്ക്കല്ല, സിയക്ക് കുറച്ചറിയാം. സിയ ഇവിടെ നിൽക്കട്ടെ, ഞങ്ങളിപ്പോ പോയിട്ട് വരാന്ന് പറഞ്ഞാൽ സിയക്ക് മനസ്സിലായോ. പക്ഷെ ഒന്നും ഒറ്റയ്ക്കിട്ട് പോവില്ല. പക്ഷെ സിയക്ക് ഇപ്പൊ കുറച്ചറിയാലോ കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ അറിയാം. പാറ്റനെ കണ്ടാലോ അതിപ്പോ നീ പിന്നെ പാറ്റ അതിലെ പോയാൽ മതി. സിയ എവിടെ അമ്മയെന്ന് പറയും, കരയും. അത്ര പേടിയാ. വാവ തന്നെ പേടിപ്പിച്ചു. ഞാൻ ചെറുപ്പത്തിൽ ഓരോന്നും ഉണ്ടാക്കിയിരിക്കണം. അങ്ങോട്ടെ വിട്. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് സിയാനെ അവിടെ ആക്കാനുള്ള കാരണം കേട്ടോ. പക്ഷെ ഇനിയിപ്പോ ഇല്ല. സിയ എന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നു, അച്ഛാ ഞാൻ LKG UKG അവിടെ പഠിച്ചു കേട്ടോ. LKG UKG ഞാൻ ഇൻഫാനിൽ പഠിച്ചു. 1ാം ക്ലാസ് ഞാൻ ഇവിടെ കാർമന്താണി കോട്ടയത്ത് പഠിച്ചു. അപ്പോൾ 2ാം ക്ലാസ് ഞാൻ ഇവിടെ പഠിക്കും, എറണാകുളത്ത് പഠിക്കും. ഇനി 3ാം ക്ലാസ്സിൽ എവിടെയാണ് അച്ഛാ എന്ന് ചോദിക്കണം സിയനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷം ഓരോ സ്കൂള് എന്നാണ് സിയുടെ വിചാരം. പാവം അതിനറിയണില്ലല്ലോ. നമ്മുടെ സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മൾ മാറ്റണമെന്ന് സിയക്ക് അറിയത്തില്ല. ഞങ്ങള് കൊച്ചിന്റെ കാര്യം സേഫ് ആക്കണമെന്നേ ഓർത്തുള്ളൂ. അമ്മയുടെ അടുത്താകുമ്പോ വൈകുന്നേരം ആകുമ്പം അതിന് സേഫായിട്ട് വീട്ടിൽ അമ്മ വിളിച്ചോണ്ട് വരും. എല്ലാ ഫുഡും ഉണ്ടാക്കിയൊക്കെ കൊടുക്കും. എടി ഞാൻ ഫുഡ് ഉണ്ടാക്കി ഇവളെപ്പോഴും പറഞ്ഞു ഞാൻ കൊച്ചിന് വൈകിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കില്ല. ഞാൻ വന്നിട്ട് എനിക്കറിയാവുന്ന രീതിയിലുള്ള ഫുഡ്, അതിപ്പോൾ ചോദിക്കുന്ന സാധനം എന്താണ് ഞാൻ വിളിച്ചെടുക്കുക. രാവിലെയൊക്കെ ഞാൻ ഡ്യൂട്ടിക്ക് പോയി കഴിയുമ്പോഴത്തേക്കും വാവ എങ്ങനെയും കറക്റ്റ് ടൈമിൽ കൊച്ചിനെ കൊണ്ടാക്കാനേ നോക്കുള്ളായിരുന്നു. അന്നേരം ഫുഡ് കഴിച്ചോ ഇല്ലയോ കഴിപ്പിക്കാനോ ഒന്നും ഫുഡ് കഴിപ്പിക്കാറൊക്കെയാണ്. ഫുഡ് കഴിക്കാണ്ട് കൊച്ചിരിക്കുന്നുണ്ടോ ഇച്ചിരി വെള്ളം കൊടുക്കും. അത് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത്ര. കാരണം നമ്മൾ ഒരുപാട് നിർബന്ധിക്കൂല, കാരണം നമുക്ക് സമയമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ത് ചെയ്യാനാ. പക്ഷേ ഇപ്പൊന്ന് വെച്ചാൽ അമ്മമാർക്കെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇതറിയാലോ. അമ്മ എന്തായാലും അതിന്റെ വയറ് നിറപ്പിച്ചല്ലേ വിടത്തുള്ളൂ, നിർബന്ധിച്ച്. അങ്ങനെ അപ്പൊ അതൊക്കെയാണ് അങ്ങനെ സിയ. പക്ഷെ സിയനെ ഈ ആള് 2 മാസം സിയനോട് കൊണ്ടുവരും കേട്ടോ. പിന്നെ സിയ ഞങ്ങളുടെ അടുത്തായിരിക്കും. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് വീഡിയോ ചെയ്യും. സിയക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ചെയ്യാനായിട്ട്. എനിക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം, സ്വന്തമായിട്ട് എനിക്ക് ചാനൽ കാണാന്നൊക്കെ ഇപ്പോഴേ പറഞ്ഞിരിക്കുക കേട്ടോ. എനിക്ക് സ്വന്തമായിട്ട് ഞാൻ വീഡിയോ ചെയ്തോളാം, എനിക്ക് ഞാൻ ചെയ്തോളാം എൻ്റെ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഗമയാണ്.
അത് ഒരുപാട് പിള്ളേരുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഏറ്റവും ഇഷ്ടം മറ്റേതാണ് കൊച്ചി ഡയാന ആൻഡ് റോമ. അയ്യോ ജീവനാണ്. എൻ്റെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ അവള് നേഴ്സാണ്, BSc നേഴ്സാണ്, NICയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പോൾ ചെറിയ ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറി ഇപ്പോൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പതുക്കെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാമോ, ഓരോ സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പുതിയ കാര്യങ്ങൾ കേട്ടോ. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യും. ഇടയ്ക്കല്ല, ഉണ്ടാകുന്ന നല്ല നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അല്ല വേണോ? അല്ല നമ്മൾ പിന്നെ ഇപ്പോൾ വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ സെറ്റപ്പ് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഞങ്ങൾ നികത്തിക്കൊണ്ട് എടുത്ത വീഡിയോ സെറ്റാക്കി ചെയ്യും. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് എന്താ ഞങ്ങളുടെ കുറവെന്ന് ഞങ്ങൾക്ക് മറ്റൊന്ന് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളത് ഞങ്ങളുടെ അടുത്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അത് ട്രൈ ചെയ്യാം, ബെറ്റർ ആക്കാനായിട്ട് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ അല്ല വേണോ? പിന്നെ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇവള് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തില്ലെന്നുള്ളൂ. ഞാൻ വർക്കൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ യോഗ, മെഡിറ്റേഷൻ, കുറച്ച് സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പോയിട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്യണില്ല. അപ്പോൾ പതുക്കനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറേ നാൾ ഒന്നിച്ചായിട്ട് എന്നിട്ട് പെട്ടെന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കര കിതപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പതുക്കനെ ഞാൻ തുടങ്ങി പതുക്കനെ എന്നോട് അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇവള് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇവള് ജോയിൻ ചെയ്യാൻ നടന്നു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളുടെ മുകളിൽ ഒരു സ്പെഷ്യൽ ഏരിയ ഉണ്ട് കേട്ടോ വർക്കൗട്ട് ചെയ്യാനായിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. അവിടെ എന്തെങ്കിലും വാൾപേപ്പറോ എന്തെങ്കിലും ക്ലാസ് ഒട്ടിക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആളത് യെസ്സും പറഞ്ഞിട്ടില്ല, നോയും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വേണം നമുക്ക് അവിടെ ഒരു ബുദ്ധൻ്റെ അതാണ്. അപ്പോൾ ബുദ്ധനെ ഒട്ടിക്കുമ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഭയങ്കര ഓക്കെ. ഞാൻ ബുദ്ധനെ വരച്ചത് കണ്ടിട്ടില്ല. ബുദ്ധനല്ലേ, ഞാൻ ആരെ വരച്ചത്? ഞാൻ ശിവനെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അല്ലേ വീട്ടില് എന്നെ കൊള്ളത്തില്ലേ? അത് കൊള്ളാനും പറഞ്ഞ് ഈ പിറ്റിയൊന്നും കൊള്ളാക്കണ്ട. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വേറെ പറയാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറ. വീട്ടില് ഞാനുണ്ട്. അതല്ല ബാവയുടെ വീട്ടിൽ. എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്. അതാണ് ഞങ്ങളുടെ കുടുംബം. വളരെ കുടുംബം പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഞാൻ, അമ്മ, അനിയൻ, ഇത്ര പേരെയുള്ള. അച്ഛനുണ്ടായിരുന്നു, അച്ഛൻ മരിച്ചുപോയി. അതെ, അച്ഛൻ 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞു. ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. അതെ, അത് പെട്ടെന്നുള്ളൊരു അല്ലേ, നമുക്ക് ഓർക്കാപ്പുറത്തായിരുന്നു. അത് വിട്ടേക്കാം, നമ്മൾ വേറെ ഇതിൽ പോകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി വീഡിയോ കുറച്ച് വലിയ വീഡിയോ ഇടാനായിട്ട് പുതിയ കാര്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് ഇടും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ CA വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോസ് കൂടുതലുണ്ടാവും. പിന്നെ ലെങ്ത്തുള്ള വലിയ ലെങ്ത്തുള്ള വീഡിയോസ് ഇവളുടെ ഇത് കഴിയുമ്പോൾ ഞങ്ങൾ വീഡിയോസ് ഇടാം കേട്ടോ. ഇവളുടെ ഈ ആൻറ്റിബയോട്ടിക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് അതാ വാവ കൂടുതലും സംസാരിക്കും. അപ്പോൾ അതൊക്കെയാണ് മെയിൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ചെടികളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചെടി ഏതൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ വീഡിയോസിൽ ഞങ്ങൾ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് മണി പ്ലാന്റും പിന്നെ ബാക്കിലിരിക്കുന്ന പ്ലാന്റും ഇതൊക്കെ ഇന്ന് മേടിച്ചാട്ടോ. ചുമ്മാ പൈസ കുറച്ചായെങ്കിൽ കൂടി ഒരു സന്തോഷം കേട്ടോ. അതായത് ചെടികൾ പിന്നെ ചെടി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
പോരായ്മകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണ് നിങ്ങളും കൂടി പറഞ്ഞു തരാം. നമ്മളതിന് അതിൻ്റെ വേണ്ട വിധത്തിൽ നമ്മളത് ബെറ്റർ ആക്കാൻ നോക്കും. പിന്നെ കൂടുതൽ കുടുംബവും അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഉത്സവം വരുന്നുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും പരിചയപ്പെടുത്താം. അതായത് മാക്സിമം ഞങ്ങളൊരു വലിയ ഫാമിലി, ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും, അമ്മായിമാരും മാമന്മാരും അതിൻ്റെ എല്ലാവരും കൂടി ഒരു വലിയൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ ആ ഒരു വിശേഷമൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉത്സവം വരുന്നുണ്ട്. ഇനി വ്രതം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്തൊരു വീഡിയോ നമ്മൾ എന്തായാലും എടുക്കുന്നതായിരിക്കും. പിന്നെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഡ്രസ്സ് എടുത്ത് ഏതൊക്കെ ഡ്രസ്സാണെന്നുള്ളത് അതും ഞങ്ങൾ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ എത്ര ദിവസമായിട്ടുള്ളൊരു കുറച്ചായിട്ടുള്ളൂ, എന്നെ സംബന്ധിച്ചിടത്തോളം 100 സബ്സ്ക്രൈബർ അല്ലെങ്കിൽ 10 സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാലും വലിയൊരു ഇതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു 150 സബായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവരുടെ അടുത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ബൈ.